ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ബട്ടർഫ്ലൈയുടെ ഹെഡ് ബാൻഡ് ആണ്. അപ്പോൾ ഈ ബട്ടർഫ്ലൈയുടെ ഹെഡ് ബാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ വൈറ്റ് കളർ യാൺ വേണം, സിസേഴ്സ്, നീഡിൽ, അതുപോലെ ഹുക്ക്, പിന്നെ ഇതുപോലത്തെ നൈലോൺ ബാൻഡ് വേണം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സ്ലിപ്പ് നോട്ട് ഇടുക, അതിനുശേഷം ചെയിൻ 5 ചെയ്യുക. ചെയിൻ 5 ചെയ്തതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ചെയിനിലേക്കാണ്. ഫസ്റ്റ് ചെയിനിലേക്ക് ആദ്യം ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം 2 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, ദെൻ 1 ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 2 ചെയ്യുക, ദെൻ ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇതിലത്തെ എല്ലാ വിങ്സും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ ഫസ്റ്റ് ചെയിനിലേക്ക് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വിങ് നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് വിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് വിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയിൻ 2 ചെയ്യണം. ചെയിൻ 2 ചെയ്തതിന് ശേഷം 2 ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യുന്നത്. ദെൻ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം ചെയിൻ 3 ചെയ്യുക, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ 5 ചെയിൻ ഉണ്ടല്ലോ, അതിൽ ഫസ്റ്റ് ചെയിനിലേക്കാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വിങ്സും അതിലേക്ക് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് വിങ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ തേർഡ് വിങ് ചെയ്യണം. അപ്പോൾ തേർഡ് വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 3 ചെയ്യുക, അതിനുശേഷം ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, ദെൻ 2 ഡബിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം ചെയിൻ 2 ചെയ്യുക, ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേർഡ് വിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർത്ത് വിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫോർത്ത് വിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയിൻ 2 ചെയ്യുക, അതിനുശേഷം ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ദെൻ 2 ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, അതിനുശേഷം ഒരു ഡബിൾ ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക, ദെൻ ചെയിൻ 5 ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോർത്ത് വിങ് കൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ വർക്കിംഗ് യാണ് കട്ട് ചെയ്തതിന് ശേഷം ലൂപ്പിലൂടെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അതവിടെ ടൈറ്റായിട്ട് നിന്നോളും. അതിനുശേഷം നമ്മൾ ഈ ബാക്കി വരുന്ന യാണുണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അടിപ്പാട്ട് നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അതിങ്ങനെ ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇവിടെ ബ്ലൂ കയ്യിലെടുത്തൊരു ഡ്രസ്സിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലൂവും വൈറ്റും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബോഡി പാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളർ യാണാണ്. അപ്പോൾ ബ്ലൂ കളർ യാണ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ബോഡി പാർട്ട് ചുറ്റി കൊടുക്കാം. ബോഡി പാർട്ട് ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ നമ്മളിനി അതിൻ്റെ ഹെഡ് ചെയ്യണം. അപ്പോൾ ഹെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ നോട്ട് ഇടുമ്പോൾ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ആ നോട്ട് വരുന്ന രീതിയിൽ വേണം ഇടാൻ. അതിനുശേഷം നമ്മൾ 2 എൻഡും ത്രെഡിൻ്റെ ബാക്കിയുള്ള 2 എൻഡും കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഒരു ചെറിയ പീസ് ലെഫ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുന്നത്. ഹെഡ് ബാൻഡിൻ്റെ മുകളിൽ ഇത് ഒട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുന്നി കൊടുക്കുകയോ ചെയ്യാം. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.